ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് സ്പൈഡർമാൻ 2 ഓഫ്ലൈൻ ആക്ടിവേഷൻ എങ്ങനെ ചെയ്യാവുന്നതാണ്. അതേപോലെ ഞാൻ ഇത് ഇൻസ്റ്റാഗ്രാം പേജിൽ നിന്നാണ് മേടിച്ചത്. എനിക്കിത് 150 രൂപയായുള്ളൂ. നിങ്ങൾക്ക് ഇതേപോലെ ലോ റേറ്റ് പർച്ചേസ് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഇതേപോലെ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റീം ഓഫ്ലൈൻ ആക്ടിവേഷൻ അങ്ങനെയൊക്കെ സെർച്ച് ചെയ്താൽ മതി. നിങ്ങൾക്ക് ധാരാളം പേജസ് കിട്ടും. അവരോട് കോൺടാക്റ്റ് ചെയ്താൽ മതി. പിന്നെ ഇത് വൈറസോ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് നമുക്കിത് 100% സേഫാണ്. നിങ്ങൾ ട്രസ്റ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻസ്റ്റാഗ്രാം പേജുമായിട്ട് കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് ഞാനിത് ഇൻസ്റ്റാൾ ചെയ്യുന്നതാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇൻസ്റ്റാൾ ആവാറായി. നമുക്ക് കുറച്ച് സ്കിപ്പ് ചെയ്യാം. ഓക്കെ, എൻ്റെ ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് സ്റ്റെപ്പ് കൂടെ ചെയ്യാനുണ്ട്. അതോടെ കഴിഞ്ഞാൽ നമുക്കിത് കളിക്കാൻ പറ്റത്തുള്ളൂ. ഫസ്റ്റ് നമ്മൾ ഈ പ്ലേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം കുറച്ച് വെയിറ്റ് ചെയ്യണം. ഫസ്റ്റ് ടൈം ആയതുകൊണ്ട് ഇത് കുറച്ച് ലോഡാവാൻ നല്ല ടൈം എടുക്കും. ഓക്കെ, ഓപ്പൺ ആയിട്ടുണ്ട്. ഇനി പ്ലേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ലോഡാവുന്നുണ്ട്. ഓക്കെ, ഇത് കുറച്ചൊന്ന് ഓപ്പൺ ആയാൽ മതി. നമുക്കിത് വർക്കിംഗ് ആണെന്ന് അറിയാൻ വേണ്ടി. ഇനി നമുക്കിത് ബാക്ക് അടിക്കാം. ഓക്കെ, എന്നിട്ട് സ്റ്റോപ്പ് ചെയ്യുക. എക്സിറ്റ് ഗെയിം കൊടുക്കുക. കൺഫേം ചെയ്യുക. അതിനുശേഷം ഈ സ്റ്റീം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഗോ ടു ഓഫ്ലൈൻ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, നമുക്ക് താഴെ കാണാൻ ഓൺലൈൻ എന്നുള്ള ഓപ്ഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഓഫ്ലൈൻ ആയിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റീമിൽ നിന്ന് എക്സിറ്റ് ആവാം. അതിന് മുമ്പ് നമ്മുടെ ഇൻ്റർനെറ്റ് ഓഫ് ആയിരിക്കണം. ഇത് കയറുന്നതിന് മുമ്പേ എപ്പോൾ കയറിയാലും ഇൻ്റർനെറ്റ് ഓഫ് ആയിരിക്കണം സ്റ്റീമിൽ. അതിനുശേഷം വീണ്ടും സ്റ്റീം എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണാം നമുക്ക് ഗോ ടു ഓൺലൈൻ. അപ്പോൾ ഇത് ഓഫ്ലൈൻ ആണ്. ഇനി നമുക്ക് പ്ലേ ചെയ്യാം. ഓക്കെ, ഈ പ്ലേ എന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇത്രയേ ഉള്ളൂ, നമ്മുടെ ഗെയിം ലോഡാവുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. എല്ലാവരും എന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കുക. ഇത്രയേ ഉള്ളൂ. പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ എപ്പോഴും നിങ്ങൾ സ്റ്റീമിൽ കയറിയാലും ഇൻ്റർനെറ്റ് ഓഫാണോ എന്ന് ശ്രദ്ധിക്കുക. ഇൻ്റർനെറ്റ് ഓഫാക്കിയിട്ടേ നിങ്ങൾ കയറാവൂ. അല്ലെങ്കിൽ അത് ഓൺലൈൻ മോഡാവും. പിന്നെ നമുക്ക് ഗെയിം കളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് എന്തെങ്കിലും ശ്രദ്ധിച്ച് തന്നെ ചെയ്യുക. പിന്നെ ഈ ഗെയിം പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾ മാക്സിമം ട്രസ്റ്റബിൾ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രം കോൺടാക്റ്റ് ചെയ്ത് പർച്ചേസ് ചെയ്യുക.